അഡ്മിഷൻ കൗൺസിലിംഗ് പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തന്നെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പലരും ഇതുപോലെ വീഡിയോ ഒന്നും വരുന്നില്ല എന്നൊക്കെ ചോദിച്ചു. സമയം കണ്ടെത്തി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അഡ്മിഷൻ നല്ലൊരു ടൈമാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പേരൻസ്, കുട്ടികള് രണ്ടും രണ്ട് കാറ്റഗറീസ് ആണ്. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ രണ്ടുപേരോട് നമ്മൾ രണ്ട് രീതിയിൽ തന്നെ സംസാരിക്കണം. കുട്ടികൾക്ക് കൂടുതലും താല്പര്യം ബാംഗ്ലൂരിൽ നിന്നൊരു ഓപ്ഷനാണ്. ബാംഗ്ലൂരോട്ട് പോകണം, പഠിക്കണം, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. അവര് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ്. നല്ല നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബാംഗ്ലൂരാണ് അവർ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം. പക്ഷെ അത് പേരൻസിന് ഇപ്പോഴും അത്ര കൺവിൻസിങ് ആയിട്ട് വരുന്നില്ല. എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള പേരൻസിന് കുറെ അധികം പേടി കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം എന്ന് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇപ്പൊ നമുക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പേരൻസിനോട് ഒന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ബാംഗ്ലൂർ ഒരു പേടി സ്വപ്നമാണോ, ബാംഗ്ലൂരിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇത്രയും നാളും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഈ വീഡിയോയ്ക്കും തുറന്നുള്ള വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളുക കേട്ടോ. ഈ വീഡിയോയും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. ബാംഗ്ലൂർ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്ര പേടിയാവുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാര്യം ഏത് ടൈമിലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ സേഫ് ആയിട്ട് പെൺകുട്ടികൾക്ക് പോകാനുള്ള ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇത്ര പേടി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടും എന്നൊരു പോയിന്റാണ് അവിടെ വരുന്നത്. അപ്പൊ മിസ്യൂസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് എന്നൊരു പോയിന്റാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉള്ളൂ. ഒരു 90 കാലഘട്ടത്തിലും 2000-ന്റെ തുടക്ക കാലഘട്ടത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പല അനിഷ്ട സംഭവങ്ങളെയും വെച്ചിട്ട് ഇപ്പോഴും പേരൻസ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ബാംഗ്ലൂരിനെ ഒരു ബാഡ് ഇംപ്രഷൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ടോക്ക് വരുന്നത്. ബാംഗ്ലൂര് മക്കളെ പഠിപ്പിക്കാൻ വേണ്ട, വിട്ടു കഴിഞ്ഞാൽ അവര് വഴിതെറ്റി പോവും, എടുക്കും, അങ്ങനെ ആവും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും അങ്ങോട്ട് വിടുകയോ ചെയ്യല്ലേ, ബാംഗ്ലൂരിൽ പോയ പെൺകുട്ടിയാണെങ്കിൽ പിന്നെ അവരെ കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, അങ്ങനെയുള്ള പല ടോക്കുകളുണ്ട്. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് അവരിപ്പോൾ പഠിക്കാൻ പോകുന്ന ടൈമിൽ അവർക്ക് കോളേജിന്റെ തന്നെ ഇപ്പൊ ഏത് കോളേജും ആയിക്കോട്ടെ, ആ കോളേജിന്റെ തന്നെ ഹോസ്റ്റല് ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കൽ കോഴ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കോമ്പൗണ്ടിനകത്ത് തന്നെ ആയിരിക്കും പെൺകുട്ടികളുടെ ഹോസ്റ്റല് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെ വളരെ കുറച്ച്. ഇത് ബാംഗ്ലൂർ മാത്രമല്ല കേട്ടോ, അതിപ്പോ തമിഴ്നാടാണെങ്കിലും മംഗലാപുരം ആണെങ്കിലും ഇനി ഇപ്പൊ കേരളത്തിനകത്തുള്ള കോളേജുകളാണെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് പ്രൊസീജിയർ വരുന്നത്. കാര്യം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ കോളേജിന്റെ റെപ്യൂട്ടേഷനെയും പേരിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട് തന്നെ. ഇപ്പൊ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പൊ അവർക്ക് പുറലോകമായിട്ട് അത്ര വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ചെറിയ ചില കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ എത്ര വെച്ചാലും ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു സമയത്ത് അവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെയൊക്കെയുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എവിടെ പഠിച്ചാലും അകത്താണ് അവരുടെ ലോകം, വെളിയിലോട്ടുള്ള ലോകം വളരെ ചെറുതാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകുന്നു തന്നെ. ഇപ്പൊ അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നുമില്ല. പിന്നെയും പ്രശ്നങ്ങൾ ഈ ഹോസ്റ്റലിനകത്ത് വരെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്ര കുട്ടികളെ മീൻസ് ജീവനൊടുക്കി, അതേപോലെ എത്ര പേര് ഇതേപോലെ അക്രമം കാരണം മരിച്ചുപോയി ഇപ്പോഴും നടക്കുന്നുണ്ട്. അതേപോലെ തമിഴ്നാട് സെക്ടറിലൊക്കെ കുറച്ച് ഉള്ളേരിയയിലൊക്കെ അത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും വെറുതെ ഈ നാട്ടില് ചായ കുടിച്ചോണ്ടിരിക്കുന്ന അമ്മാവന്മാരിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച ഒരു ടോക്ക്, അപ്പൊ അത് വരുമ്പോ പേരൻസിന് ഒരു പേടിയാവും. അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇതേ പേരൻസും ആൾക്കാരും തന്നെ നാളെ നിങ്ങൾ പഠിച്ചു നിന്ന് കഴിയുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് ഇതേ സ്ഥലത്തോട്ടൊരു ജോലി കിട്ടി, അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിൽ ഇവര് പോയിക്കോളാൻ പറയും. അപ്പൊ അതൊരു ടോപ്പിക്കാണ്. കാര്യം ജോലി ഉണ്ടെങ്കിൽ പൊയ്ക്കോ, പൈസ കിട്ടുമെങ്കിൽ പൊയ്ക്കോ, നിങ്ങൾക്ക് ജോലിയല്ലേ വലുത്, അങ്ങനെ പൊയ്ക്കോ. പക്ഷെ പഠിക്കാൻ പോരുത്. കാര്യം ആ സിറ്റിയുടെ സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ആ സിറ്റിയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഇപ്പം സീപോർട്ട് അല്ലെങ്കിൽ കടലൊഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ലോകത്തുള്ള എല്ലാ IT കമ്പനീസ് അല്ലെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ MNC ലെവൽ കമ്പനീസിനും അവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈഫൈ ലൈഫാണ്. ഏറ്റവും കൂടുതലും സ്റ്റക്കായിട്ട് ട്രാഫിക് ഉള്ള ഒരു സ്ഥലമാണ്. അതായത്
ഒത്തിരി ക്രൗഡഡ് ആണ്. ഒരുപാട് സാധ്യതകളാണ്. ഒരു ജസ്റ്റ് ഒരു ചായക്കട നടത്തുന്നതിന് വരെ ആ പുള്ളി മീൻസ് ചായക്കട നടത്തുന്ന ആൾക്ക് വരെ, ഞാൻ കമ്പയർ ചെയ്ത് മോശമായിട്ട് പറയുന്നില്ല, അവർക്ക് വരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഏണിങ്സ് അവിടെ ഉണ്ട്. മീൻസ് അതിനുള്ള ഒരു ചാൻസസ് ഉണ്ട്. വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പം ഊബർ, ഓല, അതൊക്കെ അത്ര കോമൺ ആണ്. ആരും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അപ്പൊ അതിനോട് ഇത്ര വിരക്തി കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലും അവിടുത്തെ പല കാര്യങ്ങളും അക്സെപ്റ്റഡ് ആയി വരുവാണ്. ഇപ്പം പല നല്ല ഫേമസ് ബ്രാൻഡ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി ഒന്നും അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് അവിടുത്തെ അതേ അഡോപ്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ അതിനെക്കാട്ടിലും വലിയൊരു സ്ഥലമായിട്ട് ഒരു പക്ഷെ നമ്മുടെ നാട് പോകും. അപ്പൊ നമ്മുടെ കുട്ടികൾ വളരണമെന്നുണ്ടെങ്കിൽ അവര് പുതിയ പുതിയ ടെക്നോളജീസും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് അവർ മുമ്പോട്ട് പോകണം. അവർക്ക് നല്ല ഗ്രാബ് ചെയ്യാൻ പറ്റണം. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവണം. അവർ ഇന്ത്യക്ക് വെളിയിലോട്ട് പോയി സാധ്യതകളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവര് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ബാംഗ്ലൂരാണ്. അപ്പൊ അത് ചൂസ് ചെയ്യുന്നതിന് ഇങ്ങനത്തെ ഈ മുട്ടാനായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ അത് എല്ലാവരോടും ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ജെൻഡർ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ ആൺകുട്ടികൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ പോകും, പെൺകുട്ടികൾ ഇന്ന രീതിയിൽ പോകും, പിന്നെ അവരെ അങ്ങ് ആ ഒരു കണ്ണിക്കട മാത്രം കാണുന്ന ചില മീൻസ് ഈ നാട്ടിൻപുറത്തുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക. അവരുടെയൊക്കെ വാക്കിന്റെ പുറത്തോട്ട് നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രം ബാംഗ്ലൂരിലോട്ട് നോക്കാന്ന് പറഞ്ഞ് നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തോ വലിയ കാര്യം എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കുറവുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ എന്തുണ്ടോ ഇവിടെ ഉള്ളതിനെക്കാട്ടിലും ഇരട്ടിയായിട്ടുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളും അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പം അവിടെ ഈ 60-70% മാർക്കുള്ളവൻ ഇവിടെ കിട്ടത്തില്ലെന്ന് ആദ്യമേ അറിയാവുന്നതുകൊണ്ട് ആദ്യമേ അവിടെ പോയി ചെറിയ പൈസക്കുള്ള അഡ്മിഷൻ എടുത്ത് അവർ പഠിച്ച് അവർ കയറിപ്പോകും. അതേസമയം 90, 95, 80, 85% മാർക്കുള്ളവർ ഇവിടെ എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. ആ 70% ഉള്ളവൻ 10 ലക്ഷം രൂപയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇവര് പോയി 12 ലക്ഷം രൂപയ്ക്കായിരിക്കും അതേ കോഴ്സ് ഈ 80-90 ഉള്ളവർ നാളെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ പോയി എടുക്കണ്ടേ. അപ്പം അതൊരു വല്ലാത്തൊരു സിസ്റ്റമാണ്. പഠിക്കുന്നവര് കൂടുതൽ പൈസ കൊടുക്കുകയും പഠിക്കാത്തവര് കുറഞ്ഞ പൈസ കൊടുക്കുകയും മുമ്പോട്ട് പോകുന്ന ഒരു വല്ലാത്തൊരു സിസ്റ്റമാണ്. അപ്പം അത് നമുക്ക് എന്നും ഒരു ദോഷമാണ്, മനസ്സിലായത്. ഇതൊക്കെ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ്. അതൊക്കെ അതൊന്നും ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. അപ്പൊ കുറച്ചുകൂടെ വയസ്സായിട്ട് പേരൻസും അതേപോലെ കുട്ടികളും ചിന്തിക്കുക. ഈ ബാംഗ്ലൂർ ഒരിക്കലും നിങ്ങൾ ഒരു പേടി സ്വപ്നം ആവില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കള് ആ ഒരു ചിന്താഗതി വിടുക. കുട്ടികൾ അവരുടെ ഇതനുസരിച്ച് ഇത് കിട്ടും. പിന്നെ അവരെ നിങ്ങൾ പണ്ടത്തെ കൂട്ടല്ല, നിങ്ങൾ അവരെ സംശയിക്കുന്നു. അതേപോലെ തന്നെ അവർ വഴിതെറ്റോ സംശയിക്കുന്ന വരുമ്പോൾ അവര് കുറച്ചുകൂടെ വിയേഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവര് കുറച്ചുകൂടെ എന്തായാലും ഞങ്ങളെ പറ്റി ഇതാ പറയുന്നത്, എന്നാ പിന്നെ നമ്മൾ ചെയ്തുകൂടെ എന്നൊക്കെ അവർ ചിന്തിക്കും. അവർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ നാളെ തൊട്ടടുത്തുള്ള കോളേജിൽ പോയി പഠിച്ചാലും അവർക്കുണ്ട്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര മോശമുള്ള കാര്യമാണ്, തൊട്ടടുത്തുള്ള കോളേജ് വരെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളെ അവരുടെ ആഗ്രഹം അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിടുക. തള്ളി വിടണമെന്നല്ല പറഞ്ഞത്, അവരാഗ്രഹം അത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് വിടുക. വിട്ടില്ലെന്നുണ്ടെങ്കിൽ അവര് നെഗറ്റീവായിട്ട് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പൊ ഒരു 80-85% കുട്ടികൾക്കും ഉള്ളത്. അത് അവരുടെ ഭാവിയെ ഭയങ്കരമായി ബാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവര് ബാംഗ്ലൂർ ആവശ്യപ്പെടുന്നെങ്കിൽ അവര് ബാംഗ്ലൂർ തന്നെ വിടുക. അവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു രീതിയിലോട്ട് പോകാനുള്ള സ്കോപ്പോ കാര്യങ്ങളോ ഇല്ല. നാളെ അവർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അത് അവിടെയുണ്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊന്ന് പേരൻസിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും ഇപ്പൊ സേയുടെ എക്സാം വരുന്നുണ്ട്. സേയുടെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലൊരു കുട്ടികൾ ഭയങ്കരമായിട്ട് അഡ്മിഷനും കാര്യങ്ങളും നിൽക്കും. അപ്പൊ ജയിച്ചവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സേഫ് ആക്കി വെക്കുക. തോറ്റവരുണ്ടെങ്കിൽ ഒരു പാർഷ്യലി എങ്കിലും അഡ്മിഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അവസാനം ബാംഗ്ലൂർ ഓപ്ഷൻ ഒക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഫീസിനെക്കാട്ടിലും ഇരട്ടി ഫീസിലോട്ട് കാര്യങ്ങൾ പോകും. ഈ ഒരു പോയിന്റും നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അപ്പൊ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.